നമസ്കാരം. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ലാൽക്കാന്താരി പശുവിന്റെ വിശേഷങ്ങളാണ്. ഭാരതത്തിന്റെ അഭിമാനമായ മഹാരാഷ്ട്രയിൽ ലാത്തൂർ ജില്ലയിലാണ് ഇതിന്റെ ജന്മസ്ഥലം. വളരെ ഭംഗിയുള്ള ഒരു ബ്രീഡാണ്, ഇന്ത്യൻ ബ്രീഡാണ് ലാൽക്കാന്താരി. ഇത് ചുമന്ന കളറിലാണ് കൂടുതലായിട്ട് കണ്ടുവരാറുള്ളത്. ഇതിനെ ഏവർക്കും നമ്മുടെ വീട്ടിൽ വളർത്തുവാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരു നാടൻ പശുവാണ്. ലാൽക്കാന്താരി ഏത് കാലാവസ്ഥയും അതിജീവിക്കുവാനുള്ള ശക്തി അതിനുണ്ട്. മഹാരാഷ്ട്രയിലാണ് ജന്മസ്ഥലം എന്ന് പറഞ്ഞാൽ അവിടെ അതിശൈത്യവും അതോടൊപ്പം തന്നെ ചൂടുമുള്ള ഒരു സ്ഥലത്താണ്. അത് ഇന്ത്യയുടെ ഏത് ഭാഗത്ത് ചെന്ന് കഴിഞ്ഞാലും അതിനെ ജീവിക്കുവാനായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും അതിൻ്റെ ശരീരപ്രകൃതിക്ക് ദൈവം കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഇതിൻ്റെ നീളമെന്ന് പറയുന്നത് 1.3 മീറ്റർ ലെങ്തും ഹൈറ്റ് 1.2 1.15 അത്രയാണ് ഇത് സാധാരണ കണ്ടുവരുന്നത്. ഇപ്പോൾ മഹാരാഷ്ട്രയെ സംബന്ധിച്ച് എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ ഒരു കുള്ളൻ പശുവായിട്ട് തന്നെ ആദ്യം ഹൈറ്റ് ഇല്ലാത്ത ഒരു പശുവാണ് ഈ ലാൽക്കാന്താരി. മഹാരാഷ്ട്രയുടെ വിവിധ പ്രദേശങ്ങൾ, ജന്മസ്ഥലം ലാത്തൂർ ആണെങ്കിലും മഹാരാഷ്ട്രയുടെ വിവിധ പ്രദേശങ്ങളിലെ വീടുകളിൽ ഇതിനെ വളർത്തിപ്പോരുന്നുണ്ട്. കാരണം ഇത് വളരെ ശാന്തസ്വരൂപിയായ ഒരു പശു ആയതുകൊണ്ട് ആണ് എല്ലാ വീടുകളിലും ഇത് കണ്ടുവരുന്നത്. വളരെ മിതമായ ആഹാരം കഴിക്കുന്ന ഒരു പശുവാണ് ലാൽക്കാന്താരി. ശരീരം നീണ്ടതാണെങ്കിലും വയറൊക്കെ വലിപ്പമുണ്ടെങ്കിൽ പോലും ആഹാരം കുറച്ച് മതി. ഒതുങ്ങിയ ഒരു ശരീരമാണ്. അതോടൊപ്പം ഇതിൻ്റെ പാലെന്ന് പറയുന്നത് ഔഷധമൂല്യം ഉള്ളത് തന്നെയാണ്. കാരണം ലാത്തൂർ നമുക്കറിയാം, ലാത്തൂർ മേഖലയിലുള്ള സസ്യലതാദികളും ഭക്ഷിക്കും തീർച്ചയായിട്ടും നാച്ചുറലായിട്ട് അതിന് ആ മിൽക്കിനൊരു പ്രാധാന്യം തന്നെയുണ്ട്. നമ്മുടെ നാട്ടിലെ വെച്ചൂർ പശു ഇതിനോടൊക്കെ കടപിടിക്കുന്ന തരത്തിലുള്ള കൊഴുപ്പുള്ള പാലാണ്. അതും ഔഷധമൂല്യം ഉള്ളത് തന്നെയാണ്. അതിൻ്റെ ഈൽഡ് നമുക്ക് ഏതാണ്ട് 3 ലിറ്റർ തൊട്ട് 7 ലിറ്റർ വരെ പാല് നമ്മുടെ ഈ ലാൽക്കാന്താരി നമുക്ക് തരും. ഏത് സാഹചര്യത്തിൽ ഏത് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാലും, അല്ല ഇന്നത് കഴിക്കാതെ ഏത് പച്ചപ്പുല്ല് കൊടുത്തു കഴിഞ്ഞാലും ഡ്രൈ പൗഡർ കൊടുത്തു കഴിഞ്ഞാലും എല്ലാം അത് കഴിക്കുമെന്നുള്ള ഒരു യാഥാർത്ഥ്യം നിലനിൽക്കുന്നു. അതോടൊപ്പം തന്നെ ഏത് കൊച്ചു കുഞ്ഞുങ്ങൾക്കും ഇതിനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും. ഇതിനെ മൂക്കുകയർ ഇട്ടില്ലെങ്കിൽ കൂടെ തന്നെ ഇതിനെ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. നമ്മളോട് വളരെ അടുത്ത് ഇടപഴകാനുള്ള ഒരു കഴിവും ഈ ലാൽക്കാന്താരിക്കുണ്ട്. മറ്റ് പല ബ്രീഡുകൾക്ക് എന്ന പോലെ തന്നെ ലാൽക്കാന്താരിയും വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് മഹാരാഷ്ട്രയിൽ ഇന്ന് അതിൻ്റെ പ്രൊട്ടക്ഷൻ ഏറ്റെടുത്തിട്ടുണ്ട്. നിരവധി NGOകൾ ലാൽക്കാന്താരിയെ സംരക്ഷിക്കാനായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. മഹാരാഷ്ട്ര ഗവൺമെൻറ് വളരെ സജീവമായിട്ട് ഈ ഒരു ബ്രീഡിനെ നിലനിർത്താൻ വേണ്ടിയിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു നാടൻ പശുവിൻ്റെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.